ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണം. ഏറ്റവും ഈ ലോകത്ത് ഭാഗ്യം കിട്ടിയത്, ഏറ്റവും ഭാഗ്യവതിയാണ്, അല്ലെങ്കിൽ ഞാൻ ഭാഗ്യമുള്ള ആളാണെന്ന് വിചാരിച്ചത് ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. മുസ്ലിമായി ജനിച്ചതിൽ മാത്രമാണ് ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കേണ്ടത്. ഞാൻ ഒരു കാര്യത്തിൽ മാത്രമാണ് കേട്ടോ, മുസ്ലിമായിട്ട് ജനിച്ചു എന്നുള്ളത് മാത്രം. പിന്നെ പല വിഷമങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് അന്നൊക്കെ. പിന്നെ കടന്നു പോകുമ്പോഴൊക്കെ അങ്ങനെ ആ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നത് മുസ്ലിം ആയതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, മുസ്ലിമുകൾക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പരിമിതികളുണ്ടല്ലോ, അതിന് ഒരു നിയന്ത്രണ രേഖ ഉണ്ടല്ലേ, അതുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറം പോയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് എന്നോട് തന്നെ. മുസ്ലിമായി ജനിച്ചതിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം അതുവരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് എന്താ പറയുക, മുസ്ലിമായി ജനിച്ചത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ചിന്തിച്ചിട്ട്, മറ്റുള്ള വിഷമങ്ങൾ എന്തൊക്കെ തന്നെ ഉണ്ടായാലും അത് തന്നെയാണ് ഏറ്റവും ഹൈറായ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം എനിക്ക് മുസ്ലിമായി ജനിച്ചതിൽ എന്തോ ഒരു മനപ്രയാസം തോന്നി. അതൊരു വീഡിയോ കണ്ടപ്പോഴാട്ടോ എനിക്കത് തോന്നിയത്. ഒരു വീഡിയോ കണ്ട് മുസ്ലിമായ ഒരു പെണ്ണിന് ഭർത്താവ് അവളുടെ സമ്മതമില്ലാതെ അവളെ ഡിവോഴ്സ് ആക്കാതെ വേറെ കല്യാണം കഴിച്ച കുറ്റത്തിനുമേൽ കുറ്റമൊന്നുമില്ലാന്ന്, കേസൊന്നും ഉണ്ടാവില്ലാന്ന്. അതേസമയം ഒരു ഹിന്ദു പെണ്ണിൻ്റെ ഭർത്താവ് അവളെ ഡിവോഴ്സ് ആക്കാതെ വേറെ കല്യാണം കഴിച്ചാൽ ക്രിമിനൽ കുറ്റമാണ്. അതിപ്പോൾ അടുത്തായിട്ട് ഞാൻ കേട്ടത്. ഇതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് ആ ഭർത്താവ് ഡിവോഴ്സ് ആക്കാതെ അവളെ ബാധ്യതകൾ തീർക്കാതെ വേറെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അത് കുറ്റാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ട ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് കുറ്റമല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക, എന്നെ ഡിവോഴ്സ് ആക്കാതെ എൻ്റെ മുതൽ തരാതെ പിന്നെ കുട്ടികളുടെ ബാധ്യത തീർക്കാതെ ഞാനുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ തീർത്ത് അവസാനിപ്പിക്കാതെ വേറൊരു കല്യാണം കഴിച്ചിട്ടും ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഞാൻ കേസ് കൊടുത്തിട്ടും എനിക്കതിലൊരു പരിഹാരം ഉണ്ടായി കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോഴും ഞാനെന്ത് വിചാരിച്ചു, അന്ന് ഞാൻ വിചാരിച്ചെന്താ വെച്ചെങ്കിൽ, ഡിവോഴ്സ് ആക്കിയില്ലേ വേണം, നമുക്ക് എന്തായാലും ഒരുമിച്ച് പോകാനുള്ള താല്പര്യമില്ല. അവർ കെട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങി കിടന്ന് അവിടെ കിടന്നോട്ടെ, പിന്നെ നമ്മുടെ അടുത്തേക്ക് പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് വന്നു കയറുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. അവർ വേറെ കെട്ടിയോണ്ട് എനിക്ക് പരാതിയില്ലൊന്നുമില്ല. പക്ഷെ എൻ്റെ ഡിവോഴ്സ് എനിക്ക് കിട്ടിയാലല്ലേ എനിക്ക് വേറെ എന്തെങ്കിലും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, കല്യാണം കഴിക്കുന്നല്ല, വേറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ വിധവകളായ സ്ത്രീകൾക്ക് പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലല്ലേ പറ്റുള്ളൂ. അത് തരാതെ, നമ്മുടെ മുതലും തരാതെ, കുട്ടികളുടെ കാര്യങ്ങളും നോക്കാതെ ഒക്കെ അങ്ങോട്ട് പോയിട്ട് വേറെ ഒന്നിൽ കുടുങ്ങിയിട്ട് ലാവിഷായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ലാവിഷായിട്ട് ജീവിച്ചോട്ടെ, അതൊക്കെ അവർക്ക് സുഖമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ്. കാരണം എൻ്റെ കൂടെ ജീവിച്ചൊരു സുഖം കിട്ടാണ്ടാണല്ലോ വേറെ സുഖം തേടി പോണത്.
അപ്പോൾ പിന്നെ അവിടെ അങ്ങോട്ട് ആ സുഖം അവർ വിചാരിക്കുന്ന സുഖം അവിടെ കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ആക്കാൻ നിന്നില്ല. പക്ഷേ പള്ളി കമ്മിറ്റിക്ക് അറിയായിരുന്നു ഇവിടെ എന്നെയും കുട്ടികളെ നോക്കണില്ല എന്നും, പിന്നെ എന്താ പറയുക, എന്നെ ഡിവോഴ്സ് ആക്കിയിട്ടില്ല എന്നും, എൻ്റെ മുതലൊന്നും തന്നിട്ടില്ല എന്നും, ഇങ്ങനെ 2 പെൺകുട്ടികളുണ്ട്, അവരുടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഒരുപാട് കടബാധ്യതയിലാണെന്നും, എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ എല്ലാ കമ്മിറ്റിക്കാർക്കും അറിയാമായിരുന്നു. അയാൾ കെട്ടിയ പെൺവീട്ടുകാർക്കും അയാൾക്ക് കെട്ടിച്ചെടുത്ത ആൾക്കാർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അവർ അതൊന്നും വില വെക്കാതെ, പിന്നെ അവരേനും പറഞ്ഞിട്ട് കാര്യമില്ല, ആരേനും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവത്തിൻ്റെ കിടപ്പൊക്കെ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ പിന്നെ എന്താ പറയുക, അഭിമാനം ഉണ്ടല്ലോ, അഭിമാനം നോക്കണ്ടേ, പെൺവീട്ടുകാരുടെ അഭിമാനം നോക്കണമല്ലോ, അവിടെ 4 പുറത്തുള്ള ആൾക്കാരുടെ അഭിമാനമല്ല, അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അവിടെ വന്നത്. അപ്പോൾ അത് എൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കാനൊന്നും അവർക്ക് സമയമില്ല, അപ്പം എന്നായിട്ടുള്ള ബാധ്യത തീർക്കാനും സമയമില്ല. പക്ഷെ പറയായിരുന്നു, ഈ മഹലിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികളായിട്ട് നോക്കാതെ നടക്കുന്ന വ്യക്തിയാണ്, അവരുടെ ഡിവോഴ്സ് ആക്കിയിട്ടില്ല, അവർ മുതലെടുത്തൊന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ നിലവിൽ ഇവിടെ ഈ മഹലിലെ ആൾക്കൊരു ബന്ധമുള്ളപ്പോൾ വേറൊരു ബന്ധം ഈ മഹലിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കഴിച്ചു കൊടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർക്ക് പറയായിരുന്നു. അത് തീർത്തിട്ട് നിങ്ങൾ സമ്മതം വാങ്ങിച്ചിട്ട് വരി, തീർത്തിട്ട് അവരുടെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സമ്മതമായിട്ട് വരി, അപ്പം ഞങ്ങളത് ചെയ്ത് തരാമെന്ന് പറയായിരുന്നു അവർക്ക്. പക്ഷെ അവരത് പറഞ്ഞില്ല. പറയാത്തതിൻ്റെ കാര്യം ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം മുസ്ലിം ആണുങ്ങൾക്ക് എത്ര കല്യാണം വേണമെങ്കിലും കഴിക്കാം, അതൊരു ക്രിമിനൽ കുറ്റം അല്ല എന്നാണ് ഇപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൽ ഓരോ പെൺകുട്ടികൾ ജനിക്കുമ്പോഴും പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ തന്തതള്ളാർക്കും പ്രസവിച്ചവർക്ക് ആദ്യം കയറുന്നത് ഈ ഒരു വിഷയത്തിലാണ്. പെൺകുട്ടികളെ ഞാൻ തന്നെ പെൺകുട്ടികളെ പ്രസവിച്ചിട്ട് പഠിച്ചാലും പെണ്ണായില്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണായി ഞാൻ തന്നെയാണ് പെൺകുട്ടികളെ പ്രസവിക്കുന്നത്, എന്നിട്ടാണ് ഞാൻ പ്രസവിച്ച് പെൺകുട്ടിയായി എന്നുള്ളത്. സംഭവം ഇതാണ്, പൊന്നിൻ്റെ മുതലിൻ്റെ ഒന്നും വിഷയമല്ല. ഈ ഒരു വിവാഹ ജീവിതം സുരക്ഷിതമല്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു ഭയമായിരുന്നു മനസ്സിൽ. അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ട് എത്രത്തോണ്ട് അവരെ ജീവിതം സുരക്ഷിതമാകും, അവസാനം വരെ നിൽക്കുമോ ഇല്ലേ ഒന്നും പറയാൻ പറ്റില്ല, ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. എത്ര സമ്പത്തോടു കൂടി കല്യാണം കഴിച്ചു കൊടുത്താലും ഇല്ലാണ്ട് കല്യാണം കഴിച്ചു കൊടുത്താലും ഒക്കെ അത് തന്നെ അവസ്ഥ. പിന്നെ വെച്ചെങ്കിൽ പണ്ടത്തെ പോലെ അങ്ങനെയൊന്നും ഇപ്പോൾ കാട്ടിക്കൂട്ടണില്ല എന്ന് മാത്രം. ഇപ്പൊക്കെ ഒന്നോണ്ട് ഒതുങ്ങി ജീവിക്കാനൊക്കെ എല്ലാവരും തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോയിട്ടൊന്നും അപ്പുറത്ത് പോയി കെട്ടാനൊന്നും പണ്ടത്തെ പോലെ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ ഓരോ ശൂന്യക്കേടുകൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, അതിലെന്തായാലും ഇപ്പം ഞാൻ വിട്ടെന്ന് മാത്രം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അപ്പം അത് ആലോചിക്കുമ്പോൾ മാത്രമാണ് മുസ്ലിമായിട്ട് ജനിക്കേണ്ടിയിരുന്നില്ല എന്ന്. അതിപ്പോൾ ഞാനൊരു ഹിന്ദു പെണ്ണായിരുന്നിട്ടെങ്കിൽ എനിക്ക് കേസ് കൊടുത്തിട്ട് അയാളെ പിടിക്കാൻ, നഷ്ടപരിഹാരം വാങ്ങി അങ്ങനെ എന്താ വേണ്ട വെച്ചാൽ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ മുതലും പോയി, എല്ലാം ഒന്നും കിട്ടാതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെ വന്നത്. എന്നാൽ ഹിന്ദുസുകളൊക്കെ കൊടുക്കണേക്കാട്ടി കൂടുതൽ സ്വർണവും പണവും കൊടുത്ത് കല്യാണം കഴിച്ച് കൊടുക്കുന്നത് മുസ്ലിങ്ങളാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഹിന്ദു പെൺകുട്ടികളിനൊക്കെ ഒരു 2 ഗ്രാമിൻ്റെ കമ്മലും ഒരു അരപ്പവൻ്റെ കുടിക്കുമാലയും കൊടുത്തിട്ട് കല്യാണം കഴിച്ച് കൊടുത്ത എത്രയോ പെൺകുട്ടികളാണ് എനിക്കൊരു പരിചയമുണ്ട്. ആ സ്ഥാനത്ത് എന്നെ കൊടുത്തത് 25,000 രൂപയും 12 പവൻ സ്വർണവും പറഞ്ഞിട്ടാണ് എന്നെ കല്യാണം കഴിച്ച് കൊടുത്തത്. എന്നിട്ട് അതിൽ കുറച്ച് സ്വർണം ബാക്കി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും കാര്യങ്ങളും സഹിച്ച്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നത് മുസ്ലിമിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഹിന്ദു പെൺകുട്ടിയാണെങ്കിൽ ഒന്നും കൊടുക്കാതെ തന്നെ ആൾക്കാർ കിട്ടിക്കൊണ്ടുപോയി നല്ലപോലെ ജീവിക്കും. പിന്നെ ഹിന്ദുസിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കള്ളുടിക്കും, തലപൊടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അവർ മരണം വരെയും അവർ നല്ല സ്നേഹത്തിൽ തന്നെ ജീവിക്കും.
എല്ലാവരും അടിച്ചധിക്ഷേപിച്ചൊന്നും പറയില്ല. ഞാൻ എൻ്റെ അനുഭവം മാത്രമായിട്ടാണ് പറയണത്. ഞാൻ പറയണത് തെറ്റാണ്, എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയാണോ അന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയണത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. അപ്പോൾ ഒരു പിന്നെ അന്ന് ഈ ഹിന്ദുസ് പെൺകുട്ടികൾക്ക് എന്താ ഒരു കുടം, കുറച്ച് പാത്രങ്ങളാണ് പണത്തിന് പകരാൻ കുറച്ച് പാത്രങ്ങളാണ് കൊടുത്തിരുന്നത് അല്ലേ. നമ്മൾ പാത്രങ്ങളും കൊണ്ടുപോകണം. ഒരു അടുക്കള പോക്ക് കണ്ടിട്ട് സംഭവം, നമ്മൾ പാത്രങ്ങളും കൊണ്ടുപോകണം, അൽമാറ കൊണ്ടുപോകണം, എല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് കൊടുത്തിട്ടാണ് 4-ാം മാസത്തിൽ 5-ാം മാസത്തിലൊക്കെ അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് സുരക്ഷിതത്വം ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണതിന് അത്ര അങ്ങനെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു സമാധാനം എന്ന് വെച്ചെങ്കിൽ പണ്ടത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഇല്ല. പിന്നെ മക്കളുടെ ജീവിതമായാലും കാണുമ്പോൾ ഞാൻ വിചാരിക്കണം അന്നത്തെ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. വല്ലാതെയുള്ള പീഡനം കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഓടിപ്പോയി വേറെ കല്യാണം കഴിക്കണം. ഒരു പെണ്ണ് പെറ്റെടുന്നാലും പെറ്റിടിച്ച് വരാൻ സമയമില്ല, അപ്പോഴത്തേനും വേറെ പോയി കെട്ടിയതൊക്കെ കാലങ്ങളുണ്ടായിരുന്നു അത്ര. അപ്പോൾ അതൊന്നും എനിക്ക് അനുഭവമില്ല. അങ്ങനെയൊക്കെ ഓരോരുത്തർ നമ്മളെ ഉമ്മമാരും ഒക്കെ പറയണത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, അതാണ് ഇപ്പം ഇന്നത്തെ സംസാര വിഷയം. അപ്പം മുസ്ലിം പെണ്ണുങ്ങളിലെ കല്യാണം കഴിച്ചു കൊടുത്താൽ അയാൾ പെണ്ണറിയാണ്ട് വേറെ പോയി കല്യാണം കഴിച്ചാൽ ക്രിമിനൽ കുറ്റമല്ല. ആ സമയത്ത് ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്ത് അയാൾ വേറെ പോയി കല്യാണം കഴിച്ചാൽ അത് കുറ്റാണെന്നാണ് കേട്ടോ ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.